ഇന്നത്തെ പെൺകുഞ്ഞുങ്ങൾ മുതൽ ആൺകുട്ടികൾ തുടങ്ങി എല്ലാ കുഞ്ഞുങ്ങളും ഈ മദ്യ ലഹരി അടിമപ്പെട്ട് ഡിവൈൻ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ഗവൺമെന്റ് സംവിധമായ ചികിത്സയിലുമായിരിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ നോക്കുവാൻ വേണ്ടി കടന്നുപോയപ്പോൾ അനേക പെൺകുഞ്ഞുങ്ങൾ കിടന്ന് നിലവിളിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ മദ്യം ഈ മയക്കുമരുന്നിനകത്തുനിന്ന് ഒരു മോചനം വേണം, നമുക്ക് വീണ്ടും മാതാപിതാക്കൾക്കും ദേശത്തും അനുഗ്രഹിക്കപ്പെട്ടവരെ ജീവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തിരുവെഴുത്ത് പറയുകയാണ്, മദ്യപാനി ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അപ്പോൾ ഈ മനുഷ്യൻ ഈ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് ജീവിതത്തിൽ ലഹരി ഉപയോഗിച്ച് ബോധമില്ലാതെ ആയിരിക്കുന്ന ഈ കാലഘട്ടങ്ങൾ നടുവിൽ ഒരിക്കൽ യേശുക്രിസ്തു ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, മനുഷ്യപുത്രന്റെ വരവിൽ നോഹയുടെ കാലഘട്ടം പോലെ ആകുമെന്നാണ്. സ്വത്രം, നോഹയുടെ കാലഘട്ടം എന്താണ്? വ്യഭിചാരം കൊണ്ട് പാപം കൊണ്ടും അനീതി കൊണ്ടും നിറയപ്പെട്ട ആ കാലഘട്ടം പോലെ യേശുക്രിസ്തുവിന്റെ വരവിൽ സംഭവിക്കുമെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. അപ്പോൾ യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടങ്ങൾ നടുവിൽ നമുക്കറിയാം, ഖുർആൻ വിളിച്ചു പറയുകയാണ് ഈസാ നബി വീണ്ടും വരുമെന്ന്. വിശുദ്ധ ബൈബിൾ പറയുകയാണ് യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന്. അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് യേശുവിന്റെ വരവ് എന്നെ കുറിച്ച്. സ്വന്തം ഞങ്ങൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നത് ഞങ്ങളുടെ അരിമനാഥനായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് രണ്ടാമത് നമ്മെ ചേർക്കാൻ വേണ്ടി വരുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ കാണാതെ വിശ്വസിക്കുന്ന യേശു കർത്താവ് കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, നെടുവീർപ്പുകളില്ലാത്ത ആ തന്റെ സ്വന്തം രാജ്യത്തിലേക്ക് നമ്മെ ചേർക്കാൻ വരുമെന്നുള്ള പ്രത്യാശയിലാണ് ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തു ഒന്നാമത് വന്നത് മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടിയാണ്. എല്ലാ മതഗ്രന്ഥങ്ങളും പറയുകയാണ് മനുഷ്യൻ പാപിയാണ്, മനുഷ്യൻ പാപത്തിൽ ജയിച്ചു, പാപത്തിൽ ജീവിച്ചു. എന്നാൽ അവൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ ഈ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിന് ഇന്നേക്ക് 600 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു, കന്യകയിൽ കൂടെ നമുക്കൊരു മകനെ നൽകിയിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവെന്ന് പേര് പറയാൻ കാരണമായ യേശു ക്രിസ്തു കന്യകയിൽ കൂടെ ജന്മമെടുത്ത് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് 30 വയസ്സ് വരെ ജീവിച്ചു. 30ാമത്തെ വയസ്സിൽ യേശു കർത്താവ് യോർദാനിൽ സ്നാനമേറ്റു. അതിനുശേഷം യേശു കർത്താവ് പാപികളെ മോചിച്ചു, രോഗികളെ സൗഖ്യമാക്കി, കുരുടന് കാഴ്ച കൊടുത്തു. എന്നാൽ യേശു കർത്താവ് തനത് 33 തിരുവയസ്സായപ്പോൾ ഒരു മനുഷ്യന്റെ യൗവന പ്രായത്തിൽ യേശു കർത്താവ് സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരത്തിനായി യേശു കർത്താവ് 2 കള്ളന്മാരുടെ നടുവിൽ മരിപ്പാൻ തക്കവനിടയായി തീർന്നു. ആ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്ന മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടിയാണ്. അന്നത്തെ യഹൂദാചാരം അനുസരിച്ച് മുഖങ്ങളെയും കാലകളെയും പാപത്തിന് പരിഹാരമാറ്റി അർപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്. എന്നാൽ സകല മാനവരാശിക്ക് വേണ്ടി തന്റെ ശരീരം, തന്റെ ഓമനകുമാരനായ യേശു ക്രിസ്തുവിനെ പാപത്തിന് യാഗമാറ്റി അർപ്പിക്കപ്പെട്ടു. ആ യേശു ക്രിസ്തു പാപത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. സഹോദര, ഇന്നേ മദ്യപാനത്തിന് ജീവിക്കാൻ പറ്റിയല്ല. ഈ മദ്യപാനത്തിന് എങ്ങനെ മാറുവാൻ കഴിയും? ഇന്നത്തെ ഗവൺമെന്റ് സംവിധാനങ്ങൾക്കോ മരുന്നുകൾക്കോ മദ്യപാനം എന്നുള്ള ഈ കൊടും പൈശാചിക ശക്തിയെ മാറ്റണമെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ അത് കഴിയത്തില്ല. ഒരു മനുഷ്യന് രൂപാന്തരം നൽകുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ, ഒരു മനുഷ്യന് സ്വയബോധം നൽകപ്പെടുന്ന, നല്ല മാർഗം കാണിക്കപ്പെടുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് യേശുവിന്റെ സന്ദേശമാണ്. സ്വന്തം മദ്യപാനത്തിൽ നിന്നും ദ്രൗഷ്യത്തിൽ നിന്നും ഇന്നത്തെ ഗവൺമെന്റ് ഒത്തിരി സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ വീണ്ടും ചില മാസങ്ങൾ കഴിയപ്പെടുമ്പോൾ ആ മനുഷ്യൻ വീണ്ടും മദ്യപാനത്തിലും ദ്രൗഷ്യത്തിനും പിടിവയിൽ അടിമപ്പെട്ട് ജീവിക്കുകയാണ്. എന്നാൽ ഇന്ന് പോലെക്കാലം ഏത് മനുഷ്യന്റെയും പാപത്തെ മോചിക്കുന്ന, ഏത് മനുഷ്യന്റെയും കഠിനമായ പാപത്തെ ക്ഷമിക്കപ്പെടുന്ന ആ യേശു കർത്താവിന്റെ അടുക്കിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു വന്ന് നിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മദ്യപാനമായിക്കോട്ടെ, ദ്രൗഷ്യകളായിക്കോട്ടെ, കഞ്ചാവായിക്കോട്ടെ, ആ ലഹരി എന്ന് പറയപ്പെടുന്ന പൈശാചിക ശക്തി നമ്മെ തൊടാതെ വണ്ണം യേശു ക്രിസ്തു നമ്മെ പരിപാലിപ്പാക്കിടയായി തീരപ്പെടും. ഒരു കാലഘട്ടങ്ങളുടെ നടുവിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ജീവിതത്തിനകത്ത് വഴുതിമുട്ടി നിൽക്കുന്ന കാലഘട്ടങ്ങളുടെ നടുവിൽ യേശുവിന്റെ സന്ദേശമാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് സന്തോഷം നൽകിയത്. യേശു ക്രിസ്തുവിന്റെ ആ സുവിശേഷമാണ് ഞങ്ങളെ മനുഷ്യനാക്കി മാറ്റിയത്. ആ മനുഷ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് മറ്റൊന്നുമല്ല, അത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ആ യേശു
യേശു ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ യേശു ആരെന്ന് അറിയത്തില്ല. പക്ഷേ ആ യേശു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾക്ക് വേണ്ടിയാണ് യേശു തകർക്കപ്പെട്ടതും ആമേ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയും ചെയ്തപ്പോൾ ലോകം തരാത്ത വലിയ സമാധാനം, ലോകം തരാത്ത വലിയ സന്തോഷം ആ കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ നൽകുവാൻ തക്കവണ്ണയായിത്തീരുന്നു. അവേ മദ്യപാനത്തിന്റെ സന്തോഷം ചില മണിക്കൂർ നിൽക്കപ്പെടുമ്പോൾ, പ്രൗഷുകന്റെ സന്തോഷങ്ങൾ അവ ചില മിനിറ്റ് നിൽക്കപ്പെടുമ്പോൾ, യേശു തരുന്ന സമാധാന സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ നിത്യത വരെ അത് നിലനിൽക്കുന്ന ഒരു സന്തോഷമാണ്. അത് യേശു ക്രിസ്തു നൽകുന്നത്. ഇന്ന് പോലും ഞങ്ങളുടെ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും അവിടെ തലമുറകൾ അല്ലെ കുടുംബനാഥന്മാർ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി ജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ഇരിക്കുന്നുകൊണ്ട് യേശുവിനെ ഒന്ന് മനസ്സിലാക്കുവാൻ, യേശുവിന്റെ അടുക്കലേക്ക് ഒന്ന് പ്രാർത്ഥിക്കുവാൻ, യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ തൊക്കെ വേണം ഇന്ന് പകൽക്കാലം തയ്യാറാണെങ്കിൽ ഞങ്ങൾ അനുഭവിക്കപ്പെടുന്ന ഈ ദിവ്യ സന്തോഷം, ഞങ്ങൾ അനുഭവിക്കപ്പെടുന്ന പാപത്തിനുള്ള രക്ഷ സന്തോഷം ഇന്ന് പകൽക്കാലം നിങ്ങൾക്കും അനുഭവിക്കാൻ തൊക്കെ വേണം ഇടയാക്കിയപ്പെടും. അപ്പൊ മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിനായി ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന ആ യേശു ക്രിസ്തുവിൽ കൂടി ലഭിക്കപ്പെടുന്ന ആ നിത്യ സന്തോഷത്തിലേക്ക് നിങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. രണ്ടാമതായി യേശു ക്രിസ്തു വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യന് നിത്യ ജീവൻ നൽകാൻ വേണ്ടിയാണ്. സ്തോത്രം. വിശുദ്ധ ബൈബിൾ പറയുകയാണ്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്താണ് പ്രയോജനമെന്ന് തിരുവെഴുത്ത് ചോദിക്കുകയാണ്. എല്ലാ മതഗ്രന്ഥങ്ങൾ പറയുകയാണ്, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക്, എല്ലാവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകണമെന്നാണ്. ആരും നരകത്തിലേക്ക് പോകുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എല്ലാ മതഗ്രന്ഥങ്ങൾ പറയുന്നു സ്വർഗത്തിൽ പോകണമെന്ന്. എന്നാൽ വിശുദ്ധ ബൈബിൾ മാത്രം പറയുകയാണ് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന്. ഒന്നാമത് പറയുന്നു, യേശു കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴി സത്യം ജീവനമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. ഒന്നാമത് ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ യേശുവിനെ സ്വീകരിക്കണം. സ്വർഗത്തിൽ മധ്യ പുഴകളില്ല, ഊറുകളില്ല. സ്വർഗത്തിൽ പരിശുദ്ധമായതുകൊണ്ട്, ദൈവമിരിക്കുന്ന സ്ഥലം പരിശുദ്ധമായതുകൊണ്ട്, ദൈവമിരിക്കുന്ന സ്ഥലം വിശുദ്ധമായതുകൊണ്ട് ആ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇന്ന് പകൽക്കാലം നാം ഈ ഭൂമിയിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിന്റെ പൈതലായി വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ബൈബിൾ പറയുന്നു, മദ്യപാനി ഒരിക്കലും ദൈവരാജ്യ അവകാശമാക്കത്തില്ല. പാവപ്രവൃത്തി ചെയ്യുന്നവൻ ഒരിക്കലും ദൈവരാജ്യ അവകാശമാക്കത്തില്ല. ദൈവരാജ്യ അവകാശമാക്കുവാൻ ഒറ്റ വഴിയുള്ളൂ, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. അസല ദേശനിവാസികളെ, നമ്മുടെ ജീവിതത്തിനകത്ത് യേശുവിനെ ഇന്ന് പകൽക്കാലം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിനക്കും ഒരു നിത്യ സ്വർഗം കർത്താവ് നൽകുവാൻ തക്കവനിടയായി തീരപ്പെടും. കർത്താവിന്റെ വചനം ഇപ്രകാരം വിളിച്ചു പറയുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യെ തള്ളിയിടുമെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം വാത്സല്യ ദേശനിവാസികളെ, സ്വർഗത്തിൽ 5 പുസ്തകങ്ങളുണ്ട്. അതിലൊരു പുസ്തകമാണ് ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത്. ആദിമ മനുഷ്യനായ ആദാം ജീവന്റെ ഭക്ഷണം കഴിച്ചപ്പോൾ അവൻ മരിച്ചുവെങ്കിൽ, എന്നാൽ കർത്താവിൽ കൂടെ ജീവന്റെ അപ്പം കഴിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്നവനെ ഒരിക്കലും തീപ്പൊയ്യെ തള്ളിയിടത്തില്ല. യേശുവിന്റെ ജീവന്റെ പുസ്തകത്തിൽ ഇന്ന് പകൽക്കാലം പേരെഴുതുവാൻ തക്കവണ്ണം എന്താണ് മാർഗം, സ്വർഗത്തിൽ പോകുവാൻ എന്താണ് വഴി, മറ്റൊരു വഴി നേടണ്ട. വളഞ്ഞ വഴികളില്ല, കുറുക്കു വഴികളില്ല. കർത്താവ് പറയുന്നു, ഈ വഴി വളരെ ഇടുക്കവും ഞെരുക്കവുമാകുന്നു. ഇതിൽ കൂടെ അല്ലാതെ ആരും ദൈവരാജ്യ അവകാശമാക്കത്തില്ല. അപ്പൊ സ്വർഗത്തിൽ പോകുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. നോമ്പ് നോക്കിയാലോ, പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ചാലോ, അല്ലെങ്കിൽ കാണിക്ക കൊടുത്താലോ, അല്ലെങ്കിൽ അന്നദാനം ചെയ്താലോ ഒരു മനുഷ്യൻ ഒരിക്കലും സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകുവാൻ ഒറ്റ വഴിയുള്ളൂ, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, ഒരു മനുഷ്യ സർവ്വലോകവും നേടിയാൽ സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്താണ് പ്രയോജനമെന്ന് തിരുവെഴുത്ത് അടിവരയിട്ട് ചോദിക്കുകയാണ്. ഈ ലോകത്തിൽ നമുക്ക് എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാൽ, എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, പക്ഷേ നിന്റെ ആത്മാവ് സ്വർഗത്തിൽ പോയില്ല എങ്കിൽ
നീ അധ്വാനിക്കുന്നതും നീ പ്രയത്നിക്കുന്നതെല്ലാം വൃഥാവാണ്. വിശുദ്ധ ബൈബിളിനകത്ത് രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുകയാണ്. ശ്രോത്ര, ധനവാനും ലാസറും എന്ന് പറയപ്പെടുന്ന രണ്ട് വ്യക്തികളെ കുറിച്ച് തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുകയാണ്. ധനവാൻ തന്റെ ധനത്തിന് ഒത്തവണ്ണം സുഗന്ധ വർഗ്ഗങ്ങൾ ധരിച്ച്, സുഗന്ധ നല്ല വസ്ത്രങ്ങൾ ധരിച്ച്, നല്ല ആഹാരം കഴിച്ച് ഈ ലോകത്തിൽ മത്തനായി മധുമത്തനായി ആഡംബരത്തോടെ ജീവിച്ചു. എന്നാൽ ലാസർ എന്ന് പറയപ്പെടുന്ന ഒരു ദൈവപുരുഷനുണ്ടായിരുന്നു. എന്നാൽ രണ്ടുപേരെ മരിപ്പാൻ തക്കവനിടയായി. എന്നാൽ അബ്രഹാം പിതാവ് ലാസർ മരിച്ചു, അബ്രഹാം പിതാവിന്റെ മടുത്തത്തിലേക്ക് പോയി. ധനവാൻ മരിച്ചു, നിത്യയാചന സ്ഥലത്തേക്ക് പോയി. സ്തോത്ര, ആ ധനവാൻ കിടാത്ത തീയും ചാകാത്ത പുഴുവിൽ കടന്നുകൊണ്ട് ഉറക്കെ നിലവിളിക്കുന്നു, അബ്രഹാം പിതാവേ ലാസറിന്റെ വേർമുക്കി എന്റെ നാവിനെ നനയ്ക്കുമെന്ന് പറയുമ്പോൾ അബ്രഹാം പിതാവ് പറയുന്നു, ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ട് വരുവാനോ അവിടുന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് വരുവാനോ കഴിയത്തില്ല. സ്വർഗത്തിലും നരകത്തിലും ഇടയ്ക്ക് ഒരു വലിയ വിള്ളൽ കിടക്കുകയാണ്. ഈ സുവിശേഷം എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പകൽക്കാലം ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് വിളിച്ചു വരുന്ന കാര്യമെന്ന് പറയുന്നത്? ഈ സുവിശേഷം നിന്റെ വാതിൽ കൊണ്ട് മുട്ടുകയാണ്. രക്ഷയുടെ ദൂത ഒരു പകൽക്കാലം നിന്റെ ഹൃദയത്തിന്റെ വാതിൽ മുട്ടുകയാണ്. സഹോദര, ഈ ദൂതിനെ നീ തള്ളിക്കളയല്ലേ, ഈ രക്ഷയുടെ മാർഗത്തെ നീ ഉപേക്ഷിക്കല്ലേ. ഇതാണ് ഏക മാർഗം എന്ന് പറയുന്നത്. ഏക സത്യദൈവമായ യേശു കർത്താവ് വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് മൃത്യുവിലേക്ക് കടന്നു പോകും. മരണാന്തര ജീവിതം എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കപ്പെടുമ്പോൾ യേശുവിനെ സ്വന്തം രക്ഷകനും കർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഒരു നിത്യത അവകാശമാക്കി തീർക്കുവാപ്പെടുവാനിടയായി തീരപ്പെടും. മരിച്ചു കഴിഞ്ഞാൽ ആചാരങ്ങൾക്കോ കർമ്മങ്ങൾക്കോ പൂജകൾക്കോ ഒരു മനുഷ്യന്റെ ആത്മാവ് നിത്യതയിൽ കൊണ്ടെത്തിക്കാൻ കഴിയത്തില്ല. അവനവ ശരീരത്തിരിക്കപ്പെടുമ്പോൾ നാം ഇന്ന് പകൽക്കാലം നമ്മുടെ രക്ഷയുടെ അനുഭവത്തെ ഒന്ന് സ്ഥിരപ്പെടുത്തണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, കർത്താവിന്റെ വചനം പറയുകയാണ്, ഒരു മനുഷ്യ സർവ്വലോകവും നേടിയാൽ മനുഷ്യൻ ഇന്ന് ഓടുകയാണ്, എന്തൊക്കെയോ വെട്ടിപ്പിടിക്കുവാൻ, എന്തൊക്കെയോ സമ്പാദിക്കാൻ ഓടുകയാണ്. പക്ഷേ ഇന്ന് പകൽ ഈ ഓട്ടത്തിന്റെ നടുവിലും ഞങ്ങൾ വിളിച്ചു പറയുന്ന ഒരു രക്ഷയുടെ ദൂതുണ്ട്, നിന്നെ സന്തോഷിപ്പിക്കുന്ന സമാധാന സന്ദേശമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. ആ യേശുവിനെ ഇന്ന് പകൽക്കാലം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആ രക്ഷയുടെ സന്തോഷം നിന്റെ ജീവിതത്തിലേക്ക് വരുവാത്തവനിടയായി തീരപ്പെടും. ആ കർത്താവ് പറയുകയാണ്, ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് പറയുകയാണ്. നോക്കണമേ, ഖുർആൻ വിളിച്ചു പറയുന്നു ഈസാ നബി വീണ്ടും വരുമെന്ന്. വിശുദ്ധ ബൈബിൾ പറയുന്നു യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന്. അപ്പൊ യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം നടുവിലാണ്. സ്തോത്ര, ബൈബിൾ പറയുകയാണ്, യേശുവിന്റെ വരവെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ശിഷ്യന്മാർ ചോദിക്കപ്പെടുമ്പോൾ യേശുവിന്റെ വരവെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇത്. കൃപായുഗം അവസാനിക്കാറായി, കൃപയുടെ വാതിൽ അടയ്ക്കാറായി. ഇനി നോഹയുടെ കാലഘട്ടം പോലെ സുവിശേഷത്തിന്റെ വാതിൽ അടയുവാൻ തയ്യാറായി. ഇതുപോലെ ഞങ്ങളുടെ സന്ദേശം കേട്ട് ആരെങ്കിലും സ്വർഗത്തിലേക്ക് അതിൽ ജീവന്റെ പുസ്തകം എഴുതുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. അപ്പോൾ യേശുവിന്റെ വരവ് ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ കൃപയുടെ വാതിൽ അടയ്ക്കുവാൻ സമയമായിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ സുവിശേഷം ഈ ഭൂമിയിൽ മാറ്റപ്പെട്ട സമയമായിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം വാത്സല്യ ദേശനിവാസികള് യേശുവിന്റെ വരവിന്റെ മുന്നോടിയാണ്. ലോകത്ത് മുഴുവന് സുവിശേഷം എത്തിക്കണമെന്ന് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും നിയമപരമായി പൈശാചികമാറ്റി കടന്നു വരും. പക്ഷേ ഇതൊക്കെ നമ്മുടെ അരിമാനാഥന യേശു മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ പറയുകയാണ്, ആ യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഇന്ന് സുവിശേഷം നേരിടുന്ന പ്രശ്നങ്ങൾ, സുവിശേഷം നേരിടുന്ന വെല്ലുവിളികൾ, യേശു ക്രിസ്തുവിന്റെ സത്യവചന നേരിടുന്ന പ്രശ്നങ്ങൾ, അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് സുവിശേഷം ഇന്ന് മുന്നോട്ട് പോകുന്ന കാര്യമെന്ന് വെച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഇനി ലോകത്ത് സമാധാനം ഉണ്ടായിരിക്കത്തില്ല, ഇനി ലോകത്ത് മരണം ഉണ്ടായിരിക്കത്തില്ല. ഈ ലോകത്ത് ജീവിക്കുക മനുഷ്യൻ പേടിയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുപോലെ യേശു ക്രിസ്തുവിന്റെ വരവ് എല്ലാ ലോകസഭ വിളിച്ചു പറയുന്നു. ഇന്നത്തെ രാഷ്ട്രീയ ഭരണങ്ങൾ യേശുവിന്റെ വരവിനെ വിളിച്ചു പറയുകയാണ്. നിങ്ങൾ നോക്കണമേ, മാറി വരുന്ന രാഷ്ട്രീയ ഭരണങ്ങൾ അവിടെ ഇടങ്ങളാറ്റ് മത പരിവർത്തനമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇടങ്ങളാൽ ഓരോ സംസ്ഥാനത്ത് സുവിശേഷത്തിന് അടച്ചുകൊണ്ടിരിക്കപ്പെടുമ്പോൾ ഇത് യേശുവിന്റെ വരവിന്റെ മുന്നോടിയാകുന്നു. സ്വത്ര മനുഷ്യൻ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ഓടുന്ന ഒരു കാലഘട്ടം വരാൻ വേണ്ടി പോവുകയാണ്. ഇന്നെല്ലാം സുബലമായിരിക്കുകയാണ്. പക്ഷേ മനുഷ്യൻ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഓടുന്ന ഒരു കാലഘട്ടം വരാൻ വേണ്ടി പോവുകയാണ്. സുവിശേഷത്തെ അടഞ്ഞുകൊണ്ടിരിക്കുക പല രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഒറീസ എന്നുപോലെ സ്ഥലങ്ങളെല്ലാം സുവിശേഷത്തിന്റെ വാൽ അടഞ്ഞുകൊണ്ടിരിക്കപ്പെടുമ്പോൾ ഇതുപോലെ ഞങ്ങൾ ഉറക്കി വിളിച്ചു പറയുന്നു, ഇത് യേശുവിന്റെ വരവിന്റെ മുന്നോടിയാണ്. ആ യേശു
യേശുക്രിസ്തു വരാൻ സമയമായി. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ അവിടെ ഉണ്ടാകപ്പെടുമ്പോൾ രാജ്യരാജ്യത്തിൽ ഒരുക്കുകയാണ്. ലോകം മുഴുവൻ ഒറ്റ നാണയത്തിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ഇത് കാണപ്പെടുമ്പോൾ സഹോദര, ഇതിൽ ഞങ്ങൾ കളങ്ങിയിരിക്കാൻ കഴിയത്തില്ല, ഞങ്ങൾ സമാധാനമായി കടന്നുപോകാൻ കഴിയത്തില്ല. വല്ലവരെയും ഈ സുവിശേഷം നിങ്ങൾ എത്തിക്കുവാൻ ഞങ്ങൾ വെമ്പൽ കൊള്ളുകയാണ് സ്തോത്ര. കാരണം ഇത് നിന്റെ ആത്മാവിന്റെ രക്ഷയാണ്, നിന്റെ സന്തോഷത്തിന്റെ രക്ഷയാണ്, നിനക്ക് നിത്യജീവൻ തരുന്ന, സമാധാനം തരുന്ന ഒരു സന്ദേശമാണെങ്കിൽ അത് സുവിശേഷമാണ്. ആ സുവിശേഷത്തിലേക്ക്, ആ ദൈവിക സമാധാനത്തിലേക്ക് നിങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. വചനം പറയുന്നു, മറ്റൊരു രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തേക്ക് ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട യേശു ക്രിസ്തുവിൽ കൂടെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, എന്നാൽ വചനം പറയുന്നു കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുക. ആ രക്ഷ പ്രാപിക്കുവാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ സത്യം ആ യേശുവിൽ കൂടെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളിരിക്കുന്നു. ഇവിടെ ഞങ്ങളുടെ ശബ്ദം കേട്ട് ആരെങ്കിലും സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ജീവിതം പരാജയപ്പെട്ട് അനാഥത്വം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ വചനം നിങ്ങൾക്ക് വിടുവിക്കപ്പെട്ട് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിംഗോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവ്, ഈ പള്ളുവേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശബ്ദം കേട്ട എല്ലാ മാതാപിതാക്കളെ, കുടുംബക്കാരെ എല്ലാ സ്ഥലത്ത് അനുഗ്രഹിക്കണമേ, അനുമാനിക്കണമേ. നല്ല ആരോഗ്യം, നല്ല ആയുഷ്, നല്ല സമ്പത്തൊക്കെ നൽകി ഈ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദേശമായി മാറുവാൻ സ്വർഗ്ഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം എല്ലാ കുടുംബത്തിൽ നൽകി മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പൊന്നുപിതാവേ, ആമേൻ.